ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. യുഎഫ നാഷണൽസ് ലീഗിന്റെ ആദ്യ മത്സരത്തിൽ 1-2 ഗോളുകൾക്കാണ് പോർച്ചുഗൽ ക്രൊയേഷ്യയെ പരാജയപ്പെടുത്തുന്നത്. ഡാലറ്റും സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയും പോർച്ചുഗലിന് വേണ്ടി ഈ മത്സരത്തിൽ ഗോളുകൾ സ്കോർ ചെയ്തിരുന്നു. ഈ ഗോളോടുകൂടി കരിയറിൽ 900 ഗോളുകൾ തികച്ചിരുന്നു സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. നിലവിൽ അൽ നാസറിന് വേണ്ടി കാഴ്ചവെക്കുന്ന അതേ പ്രകടനം അദ്ദേഹം ദേശീയ ടീമിനും വേണ്ടി ഈ മത്സരത്തിൽ കാഴ്ചവെച്ചു. ഈ കളിയിലെ ടോപ്പ് റേറ്റഡ് പ്ലെയറും ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരുന്നു. നമുക്കറിയാം, യൂറോ കപ്പിന് ശേഷം അദ്ദേഹത്തിന് ദേശീയ ടീമിലേക്ക് അവസരം ലഭിക്കുമോ എന്നുള്ള ആശങ്കയിലായിരുന്നു ആരാധകർ. യൂറോ കപ്പിൽ സഹതാരങ്ങളും ക്രിസ്ത്യാനോയും തമ്മിൽ പടലപ്പിണക്കങ്ങളുണ്ട്. അദ്ദേഹം സഹതാരങ്ങളുമായിട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യാനോ തമ്മിൽ ടീമിലെ പ്രശ്നങ്ങളായിരുന്നു കൂടുതൽ ചർച്ച ചെയ്തിരുന്നത്. നിലവിൽ റോബർട്ടോ മാർട്ടിനസ് ടീം പ്രഖ്യാപിച്ചപ്പോൾ യുഎഫ നാഷണൽസ് ലീഗിന് വേണ്ടിയുള്ള 2 മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള ടീമിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇടം നേടിയത്. നിലവിൽ റോബർട്ടോ മാർട്ടിനസ് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ നിലവിലും തകർപ്പൻ ഫോമിലാണ്. 2026 ഫിഫ വേൾഡ് കപ്പ് പ്ലാനിൽ ഒരു പക്ഷേ മാർട്ടിനസ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ കൂടി ഉൾപ്പെടുത്തേണ്ടി വരും. കാരണം അത്രയും മികച്ച പ്രകടനമാണ് ഈ ആദ്യ മത്സരത്തിൽ അദ്ദേഹം കാഴ്ചവെച്ചത്. ടോപ്പ് റേറ്റിംഗ് പ്ലെയർ കൂടിയാണ്. ഈ മത്സരത്തിൽ ഒരു ഗോൾ കൂടി സ്കോർ ചെയ്തിരിക്കുന്നു. നിലവിൽ പോർച്ചുഗൽ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോയെ 2026 ഫിഫ വേൾഡ് കപ്പിനെ മാർട്ടിനസിന്റെ പ്ലാനിൽ ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അദ്ദേഹം മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാലും അടുത്ത മത്സരം വരികയാണ്. പോർച്ചുഗലിന് വേണ്ടി ഇനിയും മികച്ച പ്രകടനം ക്രിസ്ത്യാനോ റൊണാൾഡോയിൽ നിന്നുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ. എന്തായാലും കാത്തിരിക്കാം.